കുറച്ചധികം ചെടികൾ വാടിപ്പോയിട്ടുണ്ട്, തക്കാളി ചെടിയൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിന് പുതുജീവൻ കൊടുക്കാം. ഈ ഒരു ചെടി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ ചകിരിയോ അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് ചെടിക്ക് നനവ് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ ചപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകത അത് വളമായി തീരുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വളർച്ച മുരടിച്ച് പോയ ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്തിനാണെന്ന് വെച്ചാൽ ചെടിയുടെ വളർച്ച മുരടിച്ച് പോയതാണ്. അപ്പോൾ ഇതും കട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പുതിയ മുളകൾ വന്നു തുടങ്ങും. ഇത് നമ്മൾ ഒരാഴ്ചക്ക് മുന്നേ വെട്ടിക്കളഞ്ഞൊരു ചെടിയായിരുന്നു. ഈ കാണുന്ന ഈ ചെറിയ ചെടികൾ തണ്ണിമത്തൻ്റെ ചെടികളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചെറുതായി മുളച്ച് വന്നിട്ടുള്ളത് പുതിന ഇലയാണ്. മല്ലിയിലേൻ്റെ കൂടെ തന്നെ ഞാൻ പുതിന ഇലയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തക്കാളി ചെടിയൊക്കെ വാടി തുടങ്ങിയതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയാൽ പുതിയ കൊമ്പുകൾ വരാൻ സഹായിക്കും. സപ്പോർട്ടിന് 2 ചെടികൾ വന്നിട്ടുണ്ട്. സപ്പോർട്ട മീൻസ് ചിക്കു. കൂട്ടത്തിൽ പുതിയതായിട്ട് വന്നൊരു ചീതാരങ്ങ ചെടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുതാവുന്ന സമയത്ത് ഇതൊക്കെ നമുക്കൊന്ന് പറിച്ച് മാറ്റി നടാവുന്നതാണ്.